ലോകത്തിലെ ഏറ്റവും വലിയ സിഖ് ദേവാലയമായ സുവർണ ക്ഷേത്രത്തിന്റെ പവിത്ര ഭൂമിയാണ് അമൃത്സർ. ഗുരുനാനാക്കിന്റെ അനുയായികൾ വിശുദ്ധമെന്ന് കരുതുന്ന ഗ്രന്ഥമായ ഗുരു ഗ്രന്ഥ സാഹിബ് സൂക്ഷിച്ചിരിക്കുന്നത് ഈ ദേവാലയത്തിലാണ്. തൂവാല കൊണ്ട് തലമറച്ച് സുവർണ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനാവും. ക്ഷേത്രക്കുളം പോലെ ഒരു വലിയ തടാകം സുവർണ ക്ഷേത്രത്തിന്റെ നടുത്തളത്തിൽ നീണ്ടു നിവർന്നു കിടക്കുന്നുണ്ട്. പഞ്ചാബിലെ പ്രശസ്തമായ ഈ ഗുരുദ്വാര ശ്രീ ഹർമന്ദിർ സാഹിബ് എന്നറിയപ്പെടുന്നു. 2 നിലകളിലായി മാർബിളിൽ തീർത്തതാണ് ഈ ഗുരുദ്വാര. സുവർണ ക്ഷേത്രത്തിന് 4 വാതിലുകളുണ്ട്. ജാതി മത ഭേദമന്യേ എല്ലാവർക്കും സന്ദർശിക്കാവുന്ന ഏറ്റവും പ്രശസ്തമായ ആത്മീയ സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. അമൃത്സറിലെത്തുന്ന ഏതൊരാളും കണ്ടിരിക്കേണ്ട ഒരിടം. സിഖുകാർ ഏറ്റവും പുണ്യമായി കരുതപ്പെടുന്ന പ്രാർത്ഥനാ ഭൂമി, മനുഷ്യനിർമ്മിതമായ ഒരു കുളം, അതിനു നടുവിൽ സുവർണ നിറത്തിൽ പണിതുയർത്തിയ ക്ഷേത്രം, വിശിഷ്ടമായ മാർബിളുകൾ പതിച്ച ചുമരുകളും നിലവും, രത്നങ്ങൾ സ്ഥാപിച്ച് കൊത്തുപണികൾ നടത്തിയ മേൽക്കൂരകൾ, അതിപുരാതനമായ ചുമർചിത്രങ്ങൾ, സ്വർണ്ണപാളികൾ കൊണ്ട് മെനഞ്ഞെടുത്ത താഴികക്കുടം, അങ്ങനെ എത്ര വർണ്ണിച്ചാലും മതിവരാത്ത കാഴ്ചകളാണ് സുവർണ ക്ഷേത്രത്തിൽ എത്തുന്നവരെ കാത്തിരിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സന്ദർശകരെ ആകർഷിക്കുന്ന നിർമ്മിതിയായി ലണ്ടനിലെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ സുവർണ ക്ഷേത്രത്തിൽ പ്രതിദിനം ലക്ഷക്കണക്കിന് ആളുകൾ എത്താറുണ്ടെന്നാണ് കണക്ക്. സുവർണ ക്ഷേത്രത്തിന്റെ രാത്രിയിലുള്ള കാഴ്ചയും പകൽ കാഴ്ചയും നമുക്ക് 2 രീതിയിലുള്ള അനുഭവങ്ങളാണ് സമ്മാനിക്കുക. സുവർണ ക്ഷേത്രത്തിന്റെ കുംഭഗോപുരങ്ങളും ചുറ്റുമതിലുകളും അകത്തളങ്ങളും ദീപങ്ങളാൽ അലങ്കരിക്കപ്പെട്ട് ആകാശം മുട്ടെ വെളിച്ചം വിതറി നിൽക്കുന്ന രാത്രി കാഴ്ച അതൊരിക്കലും മനസ്സിൽ നിന്ന് പോകില്ല. ദീപങ്ങളാൽ അലങ്കരിക്കപ്പെട്ട സുവർണ ക്ഷേത്രത്തിന്റെ പ്രതിബിംബം അതിനു ചുറ്റുമുള്ള തടാകത്തിൽ തെളിയുമ്പോൾ നാം മറ്റൊരു ലോകത്തെത്തിയ പോലെയുള്ള അനുഭൂതിയാണ്. സുവർണ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി നമ്മുടെ ചെരുപ്പ്, ഷൂ എന്നിവ അവിടെയുള്ള 14ഓളം കൗണ്ടറുകളിൽ ഏതെങ്കിലും ഒന്നിൽ സൗജന്യമായി സൂക്ഷിക്കാം. ശേഷം കൈയും കാലും മുഖവും കഴുകി തലയിൽ കെട്ടാനുള്ള ഒരു റുമാലും വാങ്ങി ഗുരുദ്വാരയിലേക്ക് പ്രവേശിക്കാം. സുവർണ ക്ഷേത്രത്തിന് കിഴക്ക് ഭാഗത്തായി ലങ്കാർ എന്നറിയപ്പെടുന്ന സമൂഹ സദ്യയ്ക്കായി ഒരുക്കിയ വിശാലമായ അടുക്കളയുണ്ട്. ഗുരുദ്വാര സന്ദർശിക്കുന്ന എല്ലാവർക്കും ഇവിടെ നിന്നും സൗജന്യമായി ഭക്ഷണം ലഭിക്കും. ഇവിടെ ആരും ജോലിക്കാരല്ല, എല്ലാവരും സൗജന്യമായി സേവനം ചെയ്യുന്നവരാണ്. ഭക്ഷണം ഉണ്ടാക്കുന്നവർ മുതൽ അത് വിതരണം ചെയ്യുന്നവർ വരെ സേവന മനോഭാവത്തോടെ വന്ന് ജോലിയെടുക്കുന്നു. ഇനിയും കണ്ടു കൊതിതീരാത്ത സുവർണ ക്ഷേത്രത്തിൽ നിന്നും അടുത്ത യാത്ര പോകേണ്ടതുള്ളതുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി.